ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, വെക്ടർ ആൾജിബ്ര, വെക്ടർ കാൽക്കുലസ്, ദെൻ ലോ ഓഫ് ഡൈവേർജൻസ്, ഗോസ് തിയറം, ടൈലർ സീരീസ്, ഫോറിയർ സീരീസ്. ഇത്രയും ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് നമുക്ക് മെട്രിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. അതായത് റോസിലും കോളംസിലും അറേഞ്ച് ചെയ്തിട്ടുള്ള കളക്ഷൻ ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയാ. മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ മെട്രിക്സ് ബൈ നമ്പർ ഓഫ് റോസ് ഓഫ് ദ മെട്രിക്സ്. ഇതാണ് മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് നമ്പർ ഓഫ് റോസ് ഓഫ് ദ മെട്രിക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ മെട്രിക്സ്, ദെൻ ആ ഒരു മെട്രിക്സിനെ നമ്മൾ പറയുന്നത് സ്ക്വയർ മെട്രിക്സ് എന്നാണ്. ദെൻ മെട്രിക്സ് അൾജിബ്രയിൽ മെട്രിക്സ് സബ്സ്ട്രാക്ഷൻ പോസിബിൾ ആണ്, മെട്രിക്സ് അഡീഷൻ പോസിബിൾ ആണ്, ദെൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനും പോസിബിൾ ആണ്. മെട്രിക്സ് സബ്സ്ട്രാക്ഷനും അതുപോലെ തന്നെ അഡീഷനും പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ പരസ്പരം ആഡ് ചെയ്യുന്നതും സബ്സ്ട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള മെട്രിക്സ് രണ്ടും സെയിം ഓർഡറിലുള്ള മെട്രിക്സ് ആയിരിക്കണം. അതുപോലെ തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സ് എയും ബിയും ആണ്. ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ സെക്കൻഡ് മെട്രിക്സ്. അതായത് ഇപ്പൊ നമ്മൾ എടുക്കുന്ന മെട്രിക്സ് പി ക്രോസ് എം ആണ് എന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എം ക്രോസ് ക്യൂ ആയിരിക്കണം. പിയും ക്യൂവും എന്തും ആവാം, പക്ഷെ എമ്മും ഇവിടെ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഇത് ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന പുതിയ മെട്രിക്സ് എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ പി ക്രോസ് ക്യൂ ആയിരിക്കും. ഇത്രയാണ് മെട്രിക്സ് അൾജിബ്രയിൽ നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെട്രിക്സ് ഓപ്പറേറ്റേഴ്സ് ആണ്. മെട്രിക്സ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോസ് ഒരു മെട്രിക്സ് ഓപ്പറേറ്റർ ആണ്. അതുപോലെ തന്നെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ്, ദെൻ ട്രേസ് ഓഫ് ദ മെട്രിക്സ്, ഡിറ്റർമിനന്റ്, റാങ്ക്, ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്. ഇത്രയാണ് മെട്രിക്സ് ഓപ്പറേറ്റേഴ്സ് ഉള്ളത്. അതിൽ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നമ്മൾ മെട്രിക്സിന്റെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെട്രിക്സിന്റെ ഓർഡർ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇഫ് എ ബി സി ഡി ഈസ് എ മെട്രിക്സ്, ദെൻ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഈ കോളംസിനെ നമ്മൾ റോ ആയിട്ട് എഴുതും, അതുപോലെ തന്നെ റോയെ കോളമായിട്ട് അല്ലെങ്കിൽ എഴുതും. അങ്ങനെ ഫസ്റ്റ് കോളത്തിന് നമുക്ക് ഫസ്റ്റ് റോ ആയിട്ട് എഴുതാം എ സി, ദെൻ സെക്കൻഡ് കോളത്തിന് നമ്മൾ സെക്കൻഡ് റോ ആയിട്ട് എഴുതാം. ഇതാണ് എ ട്രാൻസ്പോസ്. ദെൻ എ ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ദ മെട്രിക്സ് ഇറ്റ്സെൽഫ്. Then A plus B whole transpose is equal to A transpose plus B transpose. Then AB whole transpose is equal to B transpose into A transpose. ഈ ഒരു ഓർഡർ നമ്മൾ മാറാൻ പാടില്ല. Then KA whole transpose is equal to KA transpose, where K is a scalar. ദെൻ അടുത്ത മെട്രിക്സ് ഓപ്പറേറ്റർ ആണ് കോംപ്ലക്സ് കോൺജുഗേറ്റ്. കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയാൻ നമുക്കറിയാം, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എക്സ് പ്ലസ് ഐ വൈ ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്നുണ്ടെങ്കിൽ അതിന് കോൺജുഗേറ്റ് ആയിട്ട് എടുക്കുക എക്സ് മൈനസ് ഐ വൈ ആണ്. അതുപോലെ തന്നെ ഒരു മെട്രിക്സിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ മെട്രിക്സിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് മെട്രിക്സിലുള്ള കോംപ്ലക്സ് എലമെന്റ്സിന്റെ കോൺജുഗേറ്റ് എടുക്കും. ഇഫ് എ x plus iy, similarly c plus id e. ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്നുണ്ടെങ്കിൽ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എ സ്റ്റാർ ഇസ് ഈക്വൽ ടു എ എക്സ് മൈനസ് ഐ വൈ സി മൈനസ് ഐ ഡി ഇ. ഓക്കെ, ഇതാണ് നമ്മുടെ കോംപ്ലക്സ് കോൺജുഗേറ്റ്. കോംപ്ലക്സ് കോൺജുഗേറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്
നമ്മൾ ഒരു മെട്രിക്സിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് 2 തവണ എടുത്താൽ നമുക്ക് കിട്ടുന്നത് സെയിം മെട്രിക്സ് തന്നെയായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ എ പ്ലസ് ബി ഹോൾ കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു എ കോൺജുഗേറ്റ് പ്ലസ് ബി കോൺജുഗേറ്റ്. ദെൻ എ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് മെട്രിക്സ് എയുടെ കോൺജുഗേറ്റ് ഇൻറ്റു മെട്രിക്സ് ബിയുടെ കോൺജുഗേറ്റ് ആണ്. ഇവിടെ ശ്രദ്ധിക്കുക, കോൺജുഗേറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഓർഡർ റിവേഴ്സ് ചെയ്യുന്നില്ല. ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഓർഡർ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കെ എ ഹോൾ കോൺജുഗേറ്റ് ഇസ് ഈക്വൽ ടു കെ കോൺജുഗേറ്റ് എ കോൺജുഗേറ്റ്. ഇവിടെ കെ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആ നമ്പറിന്റെ കോൺജുഗേറ്റ് ആയിട്ട് മാറും. അതേസമയം കെ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്കാലാർ ക്വാണ്ടിറ്റി ഇൻറ്റു എ കോൺജുഗേറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഓപ്പറേറ്റർ ആയിട്ട് വരുന്നത് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് ആണ്. കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോസ് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ കോംപ്ലക്സ് കോൺജുഗേറ്റും ഡിസ്കസ് ചെയ്തു. കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ആണ്. അതായത് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ആദ്യം നമ്മൾ അതിന്റെ കോംപ്ലക്സ് ടേംസ് ഒക്കെ അതിന്റെ കോൺജുഗേറ്റ് ഫോമിലേക്ക് മാറ്റുക. ദെൻ ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കാണുക, അല്ലെങ്കിൽ റിവേഴ്സ് ഓർഡർ ആയാലും മതി. അതായത് ആദ്യം നമ്മൾ ട്രാൻസ്പോസ് കണ്ടതിന് ശേഷം മെട്രിക്സിന്റെ കോൺജുഗേറ്റ് കാണാം. ആൻഡ് ഇതിനെ റിപ്രസെന്റ് ചെയ്യാൻ എ ഡാഗർ എന്നുള്ള സിമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡാഗർ എന്ന് പറയുന്ന സിമ്പിൾ ആണ് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ റിപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എ ഡാഗർ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആദ്യം നമ്മൾ മെട്രിക്സ് എയുടെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുക, എന്നിട്ട് ട്രാൻസ്പോസ് കാണുക. അല്ല എങ്കിൽ മെട്രിക്സ് എയുടെ ട്രാൻസ്പോസ് കണ്ടതിന് ശേഷം മാത്രം മെട്രിക്സിന്റെ ആ ട്രാൻസ്പോസ് കണ്ട മെട്രിക്സിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുക. ഇതിന്റെ പ്രോപ്പർട്ടീസ്, ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ഈ മൂന്ന് ഓപ്പറേറ്റേഴ്സിനും സെയിം ആണ്. എ ഡാഗർ ഹോൾ ഡാഗർ ഇസ് ഈക്വൽ ടു മെട്രിക്സ് itself. Then a plus b whole dagger is equal to a dagger plus b dagger. Then ab whole dagger is equal to b dagger a dagger. ഇവിടെ നോക്കുക, ഇവിടെയും ഇവിടെ, അതായത് ഓർഡർ റിവേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്പോസ് വരുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിന്റെ ഓപ്പറേറ്റർ പ്രൊഡക്റ്റിന്റെ മുകളിൽ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്ന സമയത്ത് മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഓർഡർ ഡിഫറെന്റ് ആവുന്നുണ്ട്. എ ബി ഹോൾ ഡാഗർ ഈസ് ഈക്വൽ ടു ബി ഡാഗർ എ ഡാഗർ. അതുപോലെ തന്നെ നമ്മൾ സ്കാലാർ കൊണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ ഡാഗർ കാണുന്ന സമയത്ത് മൾട്ടിപ്ലൈ ചെയ്ത സ്കാലാർ ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് ഫോമിലേക്ക് മാറും. അതേസമയം അത് റിയൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ റിയൽ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ എ ഡാഗർ. നെക്സ്റ്റ് ഫോർത്ത് ഓപ്പറേറ്റർ ആണ് ട്രേസ് ഓഫ് ദ മെട്രിക്സ്. ട്രേസ് ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മിനെയാണ് നമ്മൾ ട്രേസ് ഓഫ് ദ മെട്രിക്സ് എന്ന് പറയാ. എ ബി സി ഡി ഇ എഫ് ജി ഐ ഇതാണ് നമ്മളെ മെട്രിക്സ് എങ്കിൽ, മെട്രിക്സ് എ എങ്കിൽ ഇതിന്റെ ട്രേസിന് ടി എന്നാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ട്രേസ് ഓഫ് എ ഇസ് ഈക്വൽ ടു എ പ്ലസ് ഇ പ്ലസ് ഐ. ദെൻ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കാണാം? ഡിറ്റർമിനന്റ് കാണാൻ നമ്മൾ എ ഇൻറ്റു ഐ ഇ മൈനസ് എച്ച് എഫ് മൈനസ് ബി ഇൻറ്റു ഡി ഐ മൈനസ് ജി എഫ് പ്ലസ് സി ഇൻറ്റു എച്ച് ഡി മൈനസ് ഇ എഫ്. ഡിറ്റർമിനന്റിനെ നമ്മൾ ഇങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിറ്റർമിനന്റ്, ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണ് വരുന്നതെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ സിംഗുലർ മെട്രിക്സ് എന്ന് പറയും. അതേസമയം മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ നോൺ സിംഗുലർ മെട്രിക്സ് എന്ന് പറയും.
ദെൻ റാങ്ക് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് സിംഗുലാരിറ്റി ഓഫ് ദ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ സിംഗുലാരിറ്റിയെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാങ്ക് യൂസ് ചെയ്യുക. ആൻഡ് റാങ്ക് നമ്മൾ കാണുന്നത് മെട്രിക്സ് എടുക്കുക, മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാം. മെട്രിക്സ് തന്നിരിക്കുന്ന മെട്രിക്സ് സിംഗുലർ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് തന്നിരിക്കുന്ന മെട്രിക്സ് നോൺ സിംഗുലർ മെട്രിക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഇഫ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് എ നോട്ട് ഈക്വൽ ടു 0, then rank of matrix is equal to order of the matrix. അതായത് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 അല്ലെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് മെട്രിക്സിന്റെ ഓർഡറിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോ മെട്രിക്സിന്റെ റാങ്ക് ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാൻ 3 ഫോംസ് ഉണ്ട്. ഫസ്റ്റ് മൈനർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാം. ദെൻ എഷലോൺ ഫോം, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലാന്ന് വെച്ചാൽ നോർമൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാം. സിംഗുലർ മെട്രിക്സിന്റെ കേസിൽ എപ്പോഴും തന്നെ റാങ്ക് ഓഫ് മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. അതായത് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റാങ്ക് എപ്പോഴും ഓർഡറിനേക്കാളും ചെറുതായിരിക്കും. ഒരു മെട്രിക്സിന്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് മെട്രിക്സിന്റെ ഓർഡറിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ മെട്രിക്സിന്റെ ഓർഡറിനേക്കാളും ചെറുതായിരിക്കും. ദെൻ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിട്ടുള്ള മെട്രിക്സിന് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അഡ്ജോയിന്റ് കാണാം മെട്രിക്സിന്റെ, ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ, where determinant of A not equal to 0. ഇനി ഐഡന്റിറ്റി മെട്രിക്സിന്റെ കേസിൽ ട്രേസ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് എന്താണെന്ന് നമുക്കറിയാം. ഡയഗണൽ എലമെന്റ്സ് 1ഉം ബാക്കി എല്ലാ എലമെന്റ്സും 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയാ. ഒരു 3x3 മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ഐഡന്റിറ്റി ഫോം ഇങ്ങനെയായിരിക്കും. ഇതാണ് ഒരു 3x3 ഐഡന്റിറ്റി മെട്രിക്സ്. ഈ ഒരു മെട്രിക്സിന്റെ കേസിൽ ട്രേസ് നോക്കാം. ട്രേസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ഡയഗണൽ എലമെന്റ്സ് 3 ആണ്, അതായത് മെട്രിക്സിന്റെ ഓർഡർ. ദെൻ ഇതിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക യൂണിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ റാങ്ക് ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. ദെൻ ഒരു നൾ മെട്രിക്സിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നൾ മെട്രിക്സ് എന്താണെന്ന് നമുക്കറിയാം. നൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റ്സും 0 ആയിട്ടുള്ള മെട്രിക്സ്. നൾ മെട്രിക്സിന്റെ കേസിൽ ട്രേസ് എന്താണ്? ട്രേസ് n എന്നാണ് നമ്മളിവിടെ നൾ മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ട്രേസ് 0 ആണ്, ഡിറ്റർമിനന്റ് 0 ആണ്, അതുപോലെ തന്നെ എന്താണ്? റാങ്കും 0 ആണ്. റാങ്ക് 0 ആയിട്ടുള്ള മെട്രിക്സ് ആണ് നൾ മെട്രിക്സ്. നൾ മെട്രിക്സിന്റെ കേസിൽ ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ ഐഡന്റിറ്റി മെട്രിക്സിന്റെ കേസിലാണെങ്കിൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് തന്നെയായിരിക്കും. ഇനി ഈ പ്രോപ്പർട്ടീസ് നോക്കാം. ഫസ്റ്റ് ട്രേസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ പ്രോപ്പർട്ടി, ട്രേസ് ഓഫ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ പ്ലസ് ഓർ മൈനസ് ബി. അതായത് ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്ത്
ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ ട്രേസ് കാണുന്നതും ഇൻഡിവിജ്വലി ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക ചെയ്തിട്ട്, അതായത് ഇൻഡിവിജ്വലി ട്രേസ് കണ്ടതിന് ശേഷം ആ ട്രേസ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക ചെയ്യുന്നതും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ട്രേസ് ഓഫ് എ ബി എന്ന് പറയുന്നത് ട്രേസ് ഓഫ് ബി ആണ്. അതായത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ഓർഡർ ചേഞ്ച് ചെയ്തതെന്ന് വെച്ചിട്ട് ട്രേസിന് ഡിഫറൻസ് സംഭവിക്കില്ല. ദെൻ ട്രേസ് ഓഫ് എ ഇസ് ഈക്വൽ ടു ട്രേസ് ഓഫ് എ ട്രാൻസ്പോസ്. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് ട്രേസിന് ഡിഫറൻസ് സംഭവിക്കുന്നില്ല. ദെൻ മെട്രിക്സ് കെ എന്ന് പറയുന്ന ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ എന്നിട്ട് നമ്മൾ ട്രേസ് കാണുന്ന സമയത്ത് എന്താണ്, കെ ഇൻറ്റു ആ മൾട്ടിപ്പിൾ ചെയ്ത സ്കാലാർ ഇൻറ്റു ട്രേസ് ഓഫ് എ ആയിരിക്കും. ദെൻ ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടീസ്, ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി. ദെൻ ഡിറ്റർമിനന്റ് ഓഫ് എ റേസ് ടു എൻ, അതായത് മെട്രിക്സ് എ ആണ്, മെട്രിക്സ് എയുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഡിറ്റ് എ ആണ്. ദെൻ മെട്രിക്സ് എ റേസ് ടു എന്നിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഡിറ്റ് എയുടെ nth പവർ. ദെൻ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസിന്റെയും ആ സെയിം മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റിന്റെ വാല്യൂ സെയിം ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡാഗർ കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്തും ഡിറ്റർമിനന്റിന് ഡിഫറൻസ് ഒന്നും സംഭവിക്കുന്നില്ല. ദെൻ ഇൻവേഴ്സ് മെട്രിക്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എ ബി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഇവിടെയും നമ്മുടെ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഓർഡർ ചേഞ്ച് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ എവിടേക്കാണ് നമ്മൾ ഓർഡർ റിവേഴ്സ് ആവുന്നത്, ട്രാൻസ്പോസ് കാണുന്ന സമയത്ത്, കോൺജുഗേറ്റ് ട്രാൻസ്പോസ് കാണുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇൻവേഴ്സ് കാണുന്ന സമയത്തും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ ഓർഡർ റിവേഴ്സ് ആവുന്നുണ്ട്. ദെൻ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഹോൾ ട്രാൻസ്പോസ്. അതുപോലെ തന്നെ എ ഡാഗർ, ഇവിടെ എ ട്രാൻസ്പോസിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സിന്റെ ട്രാൻസ്പോസിന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ എ ഡാഗർ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഹോൾ ഡാഗർ. ദെൻ രണ്ട് മെട്രിക്സ് ഇൻവേർട്ടിബിൾ, അതായത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന റിസൾട്ടന്റ് മെട്രിക്സും ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന മെട്രിക്സ് ആയിരിക്കും. ദെൻ ഒരു ഇൻവേഴ്സ് മെട്രിക്സ് എയുടെ ഡിറ്റർമിനന്റ് നമുക്കറിയാം ഡിറ്റ് എ ആണ്. അതേസമയം എ ഇൻവേഴ്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ 1 / ഡിറ്റർമിനന്റ് ഓഫ് എ. ഇത്രയാണ് മെട്രിക്സ് ഓപ്പറേറ്റേഴ്സ്. ഇനി മെട്രിക്സ് ഓപ്പറേറ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മെട്രിക്സിനെ 4 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സിമെട്രിക് ആൻഡ് ആന്റി സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക്കും ആന്റി സിമെട്രിക്കും മെട്രിക്സും പറയുന്ന സമയത്ത് എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് സ്ക്വയർ മെട്രിക്സ് ആണെന്ന് ഓർമ്മ വേണം. ഇവിടെയാണെങ്കിലും സ്ക്വയർ മെട്രിക്സ് ആണ്. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഒരു മെട്രിക്സിനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാ. അതേസമയം ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എടുത്ത മെട്രിക്സിന്റെ നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അത്തരം ഒരു മെട്രിക്സിനെ നമ്മൾ പറയുന്നതാണ് ആന്റി സിമെട്രിക് മെട്രിക്സ്. ആൻഡ് ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡാഗർ വരുന്ന മെട്രിക്സ് ആണ്. അതായത് കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് സെയിം മെട്രിക്സ് ആണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയും. അതേസമയം കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നെഗറ്റീവ് ആണ്, മെട്രിക്സിന്റെ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയും. ദെൻ ഡയഗണൽ എലിമെന്റ്സ്, ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സിന്റെ വാല്യൂസ് ഒക്കെ 0 ആയിരിക്കും. അത് ഹെർമീഷ്യൻ മെട്രിക്സിലേക്ക് വരുന്ന സമയത്ത് സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് ഒക്കെ എയ്തർ 0 അല്ലെങ്കിൽ പ്യുവർലി ഇമാജിനറി ആയിരിക്കും. അല്ലാതെ ഹെർമീഷ്യൻ മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് എല്ലാം തന്നെ റിയൽ ആയിരിക്കും. ദെൻ ഓർത്തോഗണൽ മെട്രിക്സ്, എ ഇൻറ്റു എ ട്രാൻസ്പോസ് അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിനെയാണ് നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയാ. ഓർത്തോഗണൽ മെട്രിക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിറ്റർമിനന്റ്, അതായത് ഒരു ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഒന്നെങ്കിൽ +1 അല്ലെങ്കിൽ -1 ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഓർത്തോഗണൽ മെട്രിക്സിന്റെ കേസിൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ആണ്. ആൻഡ്
രണ്ട് ഓർത്തോഗണൽ മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ ആയിരിക്കും. ഇനി യൂണിറ്ററി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ഡാഗർ, അതായത് ഒരു മെട്രിക്സും അതിന്റെ കോഞ്ചുഗേറ്റ് ട്രാൻസ്പോസും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് യൂണിറ്ററി മെട്രിക്സ്. ആൻഡ് ഈ ഒരു മൾട്ടിപ്ലിക്കേഷന്റെ ഓർഡർ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, ഏത് ഓർഡറിലാണെന്നുണ്ടെങ്കിലും ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടും. ദെൻ യൂണിറ്ററി മെട്രിക്സിന്റെ കേസിൽ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ മെട്രിക്സ് പോലെ തന്നെയാണ്, എയ്തർ +1 അല്ലെങ്കിൽ -1 ആയിരിക്കും ഡിറ്റർമിനന്റ് വാല്യൂ. ദെൻ ഒരു യൂണിറ്ററി മെട്രിക്സ് കേസിൽ എ ഡാഗർ ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ദെൻ രണ്ട് യൂണിറ്ററി മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂണിറ്ററി മെട്രിക്സ് ആയിരിക്കും. ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഏഗൻ വാല്യൂ ആൻഡ് ഏഗൻ വെക്ടർ. ഏഗൻ വാല്യൂ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് എയുടെ ഏഗൻ വാല്യൂ അല്ലെങ്കിൽ ഏഗൻ വെക്ടർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് എന്ന് പറയുന്നത് A - λI എന്ന് എഴുതുന്ന സമയത്താണ്. ലാംഡ എന്ന് പറയുന്നത് ഏഗൻ വാല്യൂ, I എന്ന് പറയുന്നത് എന്താണ്, ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ആൻഡ് A - λI എന്ന് പറയുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് മെട്രിക്സ് എന്ന് പറയുക. ആൻഡ് ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുന്ന സമയത്ത് ഇതിനെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയും. ആൻഡ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ റൂട്ട്സ് കാണുക. ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ റൂട്ട്സ് കാണുന്ന സമയത്ത് നമുക്ക് മെട്രിക്സിന്റെ ഓർഡറിന് ഈക്വൽ ആയിട്ടുള്ള നമ്പർ ഓഫ് റൂട്ട്സ് കിട്ടും. റൂട്ട്സിന്റെ വാല്യൂ കിട്ടും λ1, λ2 എക്സെട്ര. ഈ റൂട്ട്സിനെയാണ് നമ്മൾ ഏഗൻ വാല്യൂസ് എന്ന് പറയാ. ദെൻ ഏഗൻ വാല്യൂസ് A - λI is equal to x, y, z അല്ലെങ്കിൽ ഒരു മെട്രിക്സ് എക്സ് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കമ്പോണൻസിന്റെ വാല്യൂ കാണാം. അതായത് ലാംഡയ്ക്ക് നമ്മൾ ഓരോ ഏഗൻ വാല്യൂസും കൊടുത്തിട്ട് എക്സിന്റെയും വൈന്റെയും സെഡിന്റെയും അല്ലെങ്കിൽ ഈ RHSലുള്ള ഇക്വേഷൻ മെട്രിക്സിലുള്ള എലമെന്റ്സ് കാണുമ്പോൾ നമുക്ക് ഡിഫറെന്റ് വെക്ടേഴ്സ് കിട്ടും, അല്ലെങ്കിൽ ഏഗൻ വെക്ടേഴ്സ് കിട്ടും, മെട്രിക്സ് കിട്ടും, കോളം മെട്രിക്സ്. ഈ മെട്രിക്സിനെയാണ് നമ്മൾ ഏഗൻ വെക്ടേഴ്സ് എന്ന് പറയാം. ഏഗൻ വെക്ടേഴ്സ് മെട്രിക്സിനനുസരിച്ച് ഏഗൻ വെക്ടേഴ്സിന്റെ ഏഗൻ വാല്യൂസ് എങ്ങനെയാന്ന് നോക്കാം. മെട്രിക്സ് എയുടെ ഏഗൻ വാല്യൂസ് ആണ് λ1, λ2, λ3 എക്സെട്ര അപ് ടു λn. ദെൻ മെട്രിക്സ് എയെ നമ്മൾ ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏഗൻ വാല്യൂസ് എങ്ങനെ ചേഞ്ച് ചെയ്യും? ഏഗൻ വാല്യൂസും സെയിം സ്കാലാർ ക്വാണ്ടിറ്റി കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ആവും. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് λ1, λ2 എക്സെട്ര അപ് ടു λn ആണെങ്കിൽ കെ എ എന്ന് പറയുന്ന പുതിയ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് kλ1, kλ2, kλ3 എക്സെട്ര അപ് ടു kλn ആയിരിക്കും. അതുപോലെ തന്നെയാണ് A⁻m, അതായത് മെട്രിക്സിന്റെ പവർ എടുക്കുന്ന സമയത്ത് ഏഗൻ വാല്യൂസും സെയിം പവറിലേക്ക് വരും. ആൻഡ് ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്താണ്, മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് 1/λ എന്ന് പറയുന്ന ഫോമിലേക്ക് ചേഞ്ച് ചെയ്യും. എക്സ്പോണൻഷ്യൽ മെട്രിക്സിന്റെ എക്സ്പോണൻഷ്യൽ ആണ് എടുക്കുന്നതെങ്കിൽ ലാംഡ ഓരോ ഇൻഡിവിജ്വൽ ലാംഡാസിന്റെയും എക്സ്പോണൻഷ്യൽ ആയിട്ട് പുതിയ മെട്രിക്സിന്റെ ഏഗൻ വാല്യൂസ് മാറും. ദെൻ കോസ് ആണെന്ന് എടുക്കുന്നതെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയിട്ടാണ് മെട്രിക്സ് എ ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്ന സമയത്ത് ലാംഡയും. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിസസ് ആൻഡ് നാച്ചർ ഓഫ് മെട്രിസസ് ആൻഡ് അതിനനുസരിച്ച് ഏഗൻ വാല്യൂസിന്റെ നേച്ചർ ആണ്. നമ്മൾ പറഞ്ഞു ഹെർമീഷ്യൻ മെട്രിക്സിനും റിയൽ സിമെട്രിക് മെട്രിക്സിന്റെയും ഏഗൻ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിയൽ ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം സ്ക്യൂ ഹെർമീഷ്യൻ മെട്രിക്സിന്റെയും റിയൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അല്ലെങ്കിൽ ആന്റി സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, ഇതിന്റെ രണ്ട് കേസിലാണെന്നുണ്ടെങ്കിൽ ഏഗൻ വാല്യൂസിന്റെ വാല്യൂ എന്ന് പറയുന്നത്, നേച്ചർ എന്ന് പറയുന്നത് എയ്തർ 0 ഓർ പ്യുവർലി ഇമാജിനറി ആയിരിക്കും. ദെൻ യൂണിറ്ററി മെട്രിക്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് ഏഗൻ വാല്യൂ ഇസ് യൂണിറ്റി. മോഡുലസ് ഓഫ് ഏഗൻ വാല്യൂ ഇസ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ എയ്തർ +1 ഓർ -1.
സെയിം ആണ് ഓർത്തോഗണൽ മെട്രിക്സിന്റെ കേസിലും എയ്തർ +1 അല്ലെങ്കിൽ -1 ആണ് വരിക. അതുപോലെ തന്നെ ഡയഗണൽ മെട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്, ഈ 3 ടൈപ്പ് ഓഫ് മെട്രിക്സ് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഈ 3 ടൈപ്പ് ഓഫ് മെട്രിക്സിന്റെ കേസിലും eigen വാല്യൂസിന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന് ഈക്വൽ ആയിരിക്കും. ദെൻ eigen വാല്യൂസ് λ1, λ2 എക്സെട്ര അപ് ടു λn ആണ്. അങ്ങനെയുള്ള ഒരു മെട്രിക്സിന്റെ ട്രേസ് എന്ന് പറയുന്നത് ട്രേസ് ഓഫ് എ ഇസ് ഈക്വൽ ടു λ1 പ്ലസ് λ2 പ്ലസ് എക്സെട്ര അപ് ടു λn. Then determinant of A is equal to λ1, λ2, λ3 എക്സെട്ര അപ് ടു λn. അതായത് ഒരു മെട്രിക്സിന്റെ ട്രേസ് eigen വാല്യൂസ് വെച്ച് ട്രേസ് കാണാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന ട്രേസിന്റെ സം ആയിരിക്കും മെട്രിക്സിന്റെ ട്രേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിന് eigen വാല്യൂസിന്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. കാര്യം ശ്രദ്ധിക്കണം, മെട്രിക്സിന് ഒന്നിൽ കൂടുതൽ eigen വാല്യൂസ് ഉണ്ടാവും. ഈ eigen വാല്യൂസ് എല്ലാ eigen വാല്യൂസിന്റെയും സം എടുക്കണം, എല്ലാ eigen വാല്യൂസിന്റെയും പ്രൊഡക്റ്റ് എടുക്കണം. നമ്മൾ അടുത്തതായിട്ട് വെക്ടർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വെക്ടറിൽ നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് എയും ബിയും ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ ആണ്. ഇവിടെ എ ബി എന്ന് ഈ ഒരു ടേം എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ്, രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെക്ടർ എ ഡോട്ട് ബി ആണ്. അതെന്ന് പറഞ്ഞാൽ വെക്ടർ മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി കോസ് തീറ്റ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. മോഡുലസ് ഓഫ് എ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ, മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി, ആൻഡ് ഇതെന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി എന്നാണ് നമ്മൾ റിപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയും. ഡോട്ട് പ്രൊഡക്റ്റിന് നമ്മൾ സ്കാലാർ പ്രൊഡക്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ ക്രോസ് പ്രൊഡക്റ്റിന് നമ്മൾ വെക്ടർ പ്രൊഡക്റ്റ് എന്ന് പറയും. ബിക്കോസ് രണ്ട് വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു വെക്ടർ തന്നെയാണ് കിട്ടുക. ഈ വെക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എയും ബിയും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ. ബി സൈൻ തീറ്റ എൻ ക്യാപ്പ് എന്ന് പറയുന്നത് എയും ബിയും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമൽ യൂണിറ്റ് വെക്ടർ ആണ്. മോഡുലസ് ഓഫ് എ ഇൻറ്റു മോഡുലസ് ഓഫ് ബി ഇൻറ്റു സൈൻ തീറ്റ. ഈ ഓർഡറിൽ ഡിഫറൻസ് ഒന്നും ഉണ്ടാവരുത് എ ക്രോസ് ബി കാണുന്ന സമയത്ത്. എ ക്രോസ് ബി നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. അറ്റ് ദ സെയിം ടൈം എ ഡോട്ട് ബി എന്ന് പറയുന്നത് ബി ഡോട്ട് ഡേ, കുഴപ്പമൊന്നുമില്ല. രണ്ട് വെക്ടർ തന്നിട്ടുണ്ട് എയും ബിയും. ഇതിനെ നമുക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ടത് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അല്ലെങ്കിൽ രണ്ട് വെക്ടർ പെർപെൻഡിക്കുലർ ആണ്, വെക്ടറിന്റെ ഏതെങ്കിലും ഒരു കമ്പോണന്റ് കാണണം എന്നുണ്ടെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു 0 എടുക്കുക. അതായത് എ ബി കോസ് തീറ്റയ്ക്ക് കോസ് 90 വരും, 0 വരും. ആ കേസിൽ നമുക്ക് കമ്പോണന്റ് കാണാം. ആൻഡ് രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 0 ആണ്. പാരലൽ എന്ന് പറഞ്ഞാൽ ആംഗിൾ തീറ്റ 0 ആയിരിക്കും. പാരലൽ ആണെങ്കിലും ആന്റി പാരലൽ ആണ്. തീറ്റ 0 അല്ലെങ്കിൽ 180 വരുന്ന സമയത്ത് എ ക്രോസ് ബി ഈസ് ഈക്വൽ ടു 0 ആണ് വരിക. ദെൻ സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്, 3 വെക്ടേഴ്സ് എടുക്കുന്നു എ ബി സി. ഈ 3 വെക്ടേഴ്സിന്റെയും സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കാലാർ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എ ഡോട്ട് ബി ക്രോസ് സി. പിന്നെ ബോക്സ് പ്രൊഡക്റ്റ് എന്നും പറയും. ബോക്സ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കിതിന്റെ ഡിറ്റർമിനന്റ് ഫോമിൽ എഴുതാൻ പറ്റും. ഡിറ്റർമിനന്റ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ റിസൾട്ട് വരിക. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിൽ വരിക കമ്പോണൻസ് ഓഫ് എ, അല്ലെങ്കിൽ ഈ ഒരു വെക്ടറിന്റെ കമ്പോണൻസ്. സെക്കൻഡ് റോയിൽ വരിക ബി എന്ന് പറയുന്ന വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പോണൻസ്. തേർഡ് റോയിൽ സി എന്ന് പറയുന്ന വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്പോണൻസ്. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടാൽ എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇത് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി നമുക്ക് ഒരു പാരലലോപൈപ്ഡ് ആയിട്ടുള്ള, അതായത് ബിയും സിയും സൈഡ്സ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ, അതിലേക്ക് നമ്മൾ എ എന്ന് പറയുന്ന വെക്ടർ ഹൈറ്റ് ആയിട്ട് വരുന്ന ഒരു പാരലലോപൈപ്ഡ് ആയിട്ടുള്ള
ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ ആ ഷേപ്പിന്റെ വോളിയത്തിനാണ് എ ഡോട്ട് ബി ക്രോസ് സി എന്ന് പറയാ. അതേസമയം എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് അതായത് മോഡുലസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക എ ക്രോസ് ബി എന്ന് പറഞ്ഞ ഒരു എയും ബിയും സൈഡ്സ് ആയി വരുന്ന ഒരു പാരലലോഗ്രാമിന്റെ ഏരിയ ആയിരിക്കും. ദെൻ വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്, 3 വെക്ടേഴ്സ് തമ്മിലുള്ള വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആണ്. ഇത് കാണുന്ന സമയത്ത് നമുക്ക് റിസൾട്ടന്റ് ആയി കിട്ടുക ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. അതേസമയം സ്കാലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്ക് കിട്ടുക ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ ഇതൊരു സ്കാലാർ ആണ്. പി ഇൻറ്റു എ ഡോട്ട് സി മൈനസ് സി വെക്ടർ സി ഇൻറ്റു എ ഡോട്ട് ബി. ഇതിനെ നമ്മൾ ബാക്ക് ക്യാബ് റൂൾ എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ഡൈവേർജൻസ് ഓഫ് വെക്ടർ. വെക്ടറിന് ഡിഫറൻഷ്യൽ കാണാനുള്ള ഡിഫറെന്റ് ഫോം ഉണ്ട്. അത് നോർമൽ ഡിഫറൻഷ്യൽ ഉണ്ട്, അതായത് ഡി ബൈ ഡി ടി എന്ന രീതിയിൽ വെക്ടറിന്റെ കമ്പോണൻസ് സം വേരിയബിളിന്റെ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ സാധാ രീതിയിൽ നമുക്ക് ഡെറിവേറ്റീവ് കാണാം. അല്ലാന്ന് വെച്ചാൽ വെക്ടറിന്റെ ഡിഫറൻഷ്യൽ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 മെത്തേഡ്സ് ആണ്. ഡൈവേർജൻസ് ഓഫ് വെക്ടർ, കേൾ ഓഫ് വെക്ടർ, അതിനുശേഷം ഗ്രേഡിയന്റ് ഓഫ് വെക്ടർ. ഡൈവേർജൻസ് ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പ്രെഡ് ഓഫ് എ വെക്ടർ ആണ് എബൌട്ട് എ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് ഒരു വെക്ടർ എക്ക് ഉണ്ടാകുന്ന സ്പ്രെഡിനെയാണ് നമ്മൾ ഫിസിക്കലി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡൈവേർജൻസ് ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡെൽ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് കെ ക്യാപ്. ദെൻ ഡെൽ ഡോട്ട് എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എ വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് ഓഫ് എ ഇസെഡ്. ഈ ഒരു ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ഇതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ഒരു പോയിന്റിൽ ഡെൽ ഡോട്ട് എ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്പേസിൽ ഡെൽ ഡോട്ട് എ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ വെക്ടർ സോളിനോയിഡൽ വെക്ടർ ആണ്, അല്ലെങ്കിൽ അതൊരു ഡൈവേർജൻസ് ഫ്രീ വെക്ടർ ഫീൽഡ് ആണ്. ദെൻ കേൾ ഓഫ് എ വെക്ടർ. കേൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പോയിന്റിന് അബൌട്ട് ആയിട്ട് ഒരു വെക്ടർ എത്ര തവണ കേൾ ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര തവണ റൊട്ടേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ആൻഡ് കേൾ ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടർ ഇരിക്കുന്ന പ്ലെയിനിലുള്ള ഡയറക്ഷണൽ നോർമൽ ആണ് ആക്ച്വലി കേൾ ഓഫ് എ വെക്ടർ. ഇതിന് നമ്മൾ ഡെൽ ക്രോസ് എ എന്ന് പറയും. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഡെൽ ക്രോസ് എ എന്ന് എടുത്താൽ വീണ്ടും ഒരു വെക്ടർ ആയിട്ടാണ് വരിക. ആൻഡ് ദിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ വെക്ടർ. ആൻഡ് നമ്മൾ ഡെൽ ക്രോസ് എ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് del cross A is equal to determinant of I j k del by del x del by del y del by del z ax ay az. ഓക്കെ, ഈ ഡിറ്റർമിനന്റ് കണ്ടാൽ നമുക്ക് ഡെൽ ക്രോസ് എ കിട്ടും. ഈ ഡെൽ ക്രോസ് എന്ന് പറയുന്നത് 0ക്ക് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അത്തരം ഒരു പോയിന്റിനെ നമ്മൾ അത്തരം ഒരു വെക്ടറിനെ നമ്മൾ ഇറൊട്ടേഷണൽ വെക്ടർ എന്ന് പറയും. അപ്പൊ ഒരു വെക്ടർ ഇറൊട്ടേഷണൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇറൊട്ടേഷണൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആണോ നോക്കുക. അതേസമയം വെക്ടർ സോളിനോയിഡൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, വെക്ടറിന്റെ ഗ്രേഡിയന്റ് 0 ആണെന്ന് നോക്കുക. ആൻഡ് കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡിന്റെ കേള് എല്ലായ്പ്പോഴും 0 ആയിരിക്കും, അത് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ ഒരു വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ അവിടെയും നമ്മൾ കേള് 0 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെന്നാണ് അതിന്റെ അർത്ഥം. നെക്സ്റ്റ് ഗ്രേഡിയന്റ് ഓഫ് എ സ്കാലാർ. നേരത്തെ ഇതുവരെ നമ്മൾ പറഞ്ഞത് രണ്ടും എന്താണ്, വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെക്ടറിനെ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആക്കും. അതേസമയം കേൾ ഓഫ് എ വെക്ടർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു കേൾ തന്നെ കിട്ടുക. പക്ഷെ അടുത്ത മെത്തേഡ് ഗ്രേഡിയന്റ് ഓഫ് വെക്ടർ. ഗ്രേഡിയന്റ് ഓഫ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഡെൽ ഫൈ ആണ്. ഇവിടെ ഫൈ എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്.
The gradient of a scalar function phi at any point is a vector whose magnitude is equal to the rate of change of a scalar function phi along the normal to the level surface and whose direction is normal to the level surface at the point. Okay. Then del phi എന്ന് പറയുമ്പോൾ നമുക്ക് I del by del x phi plus j cap del by del y phi plus k cap del z phi. Phi എന്ന് പറയുന്നത് is a scalar function of x, y and z. So ഇവിടെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണുന്നു. അങ്ങനെയാണ് നമ്മളൊരു വെക്ടറിന്റെ ഗ്രേഡിയന്റ്, ഒരു സ്കാലാറിന്റെ ഗ്രേഡിയന്റ് കാണുക. എന്നിട്ട് നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് കിട്ടുന്നത് ഇവിടെ ഒരു വെക്ടർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സ്കാലാറിന്റെ ഗ്രേഡിയന്റ്, സ്കാലാർ ക്വാണ്ടിറ്റിയുടെ ഗ്രേഡിയന്റ് ആയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ലൈൻ ഇന്റഗ്രൽ ചെയ്യാൻ നോക്കാം. ലൈൻ ഇന്റഗ്രൽ 3 രീതിയിൽ ചെയ്യാം. ഇവിടെ ഫൈ എന്ന് പറയുന്നത് സ്കാലാർ ഫംഗ്ഷൻ ആണ്. ഡി ആർ എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ആണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡി ആറിന്റെ ഫോം എന്ന് പറയുന്നത് ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ് പ്ലസ് ഡി സെഡ് കെ ക്യാപ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഐ ക്യാപ് പ്ലസ് എക്സ് വൈ ജെ ക്യാപ് പ്ലസ് ഇസെഡ് കെ ക്യാപ്. ഓക്കെ. ഡി ആർ എന്ന് പറഞ്ഞാൽ ലെങ്ത് എലമെന്റ്. നമ്മൾ നോർമലി കാണുന്ന പോലെ സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ലൈൻ ഇന്റഗ്രൽ കിട്ടും. അതേസമയം വെക്റ്റർ എ എന്ന് പറയുന്നത് ഒരു എന്താണ്, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരു വെക്റ്റർ ആണെന്നുണ്ടെങ്കിൽ ആ വെക്റ്ററിനെ നമ്മൾക്ക് 2 രീതിയിൽ ലൈൻ ഇന്റഗ്രൽ കാണാം. ഒന്ന് എ ഡോട്ട് ഡി ആറും അതുപോലെ തന്നെ എ ക്രോസ് ഡി ആറും. നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും എങ്ങനെയാണ് എടുക്കുക, ഇത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ 2 ഇക്വേഷനും മെയിൻ ആയിട്ടുള്ള ഓർത്തേക്ക്. ദെൻ സർഫസ് ഇന്റഗ്രൽ. സർഫസ് ഇന്റഗ്രൽ കാണാനാണെങ്കിലും ഡി എസ് എന്ന് പറയുന്ന സർഫസ് ഇന്റഗ്രൽ ആണ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ സർഫസ് ഇന്റഗ്രൽ ഡി എക്സ് ഡി വൈ ഇസെഡ് ക്യാപ് എന്നുണ്ടാവും, അല്ലെങ്കിൽ ഡി വൈ ഡി സെഡ് എക്സ് ക്യാപ്. അതുമല്ല വെച്ചാൽ ഡി സെഡ് ഡി എക്സ് വൈ ക്യാപ്. ഇതാണ് 3 സർഫസ് ഇന്റഗ്രൽസ്. 2 രീതിയിൽ കാണാം. ഇത് എസ് ആണ്. 3 രീതിയിൽ കാണാം. ഫൈ എന്ന് പറയുമ്പോൾ ഇവിടെ സ്കാലാർ ആണ്, അതേസമയം എ വെക്റ്റർ ആണ്. 2 രീതിയിൽ കാണാം. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആയിരിക്കും കിട്ടുക ഇന്റഗ്രൽ ആയിട്ട്. ഡി എസിന്റെ ഡയറക്ഷൻ ഏതാണോ സെയിം ഡയറക്ഷനിലുള്ള വെക്റ്റർ എയുടെ കമ്പോണന്റും ആയിട്ടാണ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് കാണുന്നത്. അതേസമയം ഇവിടെ നമ്മൾ കാണുക ഡി എസിന്റെ ഡയറക്ഷനിലുള്ള വെക്റ്റർ എയുടെ കമ്പോണന്റ് 0 ആയിട്ട് പോകും. Then surface integral of a dot ds is called, or vector a is called the flow flex of the vector function a through the given surface a. അതായത് ഒരു സർഫസ് എയിലൂടെ പാസ് ചെയ്യുന്ന, സർഫസ് എക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന വെക്റ്റർ ഫീൽഡ് എയുടെ ടോട്ടൽ നമ്പർ ആണ്, ടോട്ടൽ നമ്പർ പെർ യൂണിറ്റ് ഏരിയ ആണ് നമ്മൾ ഫ്ലെക്സ് എന്ന് പറയാ. അതാണ് സർഫസ് ഇന്റഗ്രൽ എ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത്. വോളിയം ഇന്റഗ്രൽ. വോളിയം ഇന്റഗ്രൽ 2 രീതിയിൽ, വെക്റ്റർ എ ഡി വി. എങ്ങനെയാണെങ്കിലും ഡി വി വോളിയം ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇവിടെ വെക്റ്റർ എ ഇൻറ്റു സ്കാലാർ ക്വാണ്ടിറ്റി ഡി വി. ഇവിടെ ഫൈ ആണ്. ഫൈ എന്ന് പറയുന്നത് സ്കാലാർ ഫംഗ്ഷൻ ആണ്. മെയിൻ ആയിട്ടുള്ള ലോ ഓഫ് ഡൈവേർജൻസ് അല്ലെങ്കിൽ Gauss divergence theorem. Gauss divergence theorem states that the flux of a vector field vector A over any closed surface S is equal to the volume of integral of divergence of vector field over the volume enclosed by the surface S. അതായത് വെക്റ്റർ എയുടെ ഫ്ലക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു സർഫസ് ഇന്റഗ്രൽ ഓഫ് വെക്റ്റർ എ ഇസ് ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ എ ഡോട്ട് ഡി എസ്. അതെന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ലോ ഓഫ് ഡൈവേർജൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ദ വോളിയം ഇന്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഓഫ് എ. Then next Stokes theorem. Stokes theorem
പറയുന്നത് the flux of curl of a vector function vector a over the surface S of any shape is equal to the line integral of vector field over the boundary C of the surface. അതായത് നമ്മൾക്ക് ഉള്ളത് ഒരു ക്ലോസ്ഡ് സർഫസ് ആണ്. ഈ ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഡെൽ ക്രോസ് എ വെക്ടർ എയുടെ കേളിന്റെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഈക്വൽ വിച്ച് ഈസ് ഈക്വൽ ടു ദ ക്ലോസ്ഡ് ഇന്റഗ്രൽ എ ഡോട്ട് ഡി എൽ. അതായത് ക്ലോസ്ഡ് ലൈൻ ഇന്റഗ്രൽ എ ഡോട്ട് ഡി എല്ലിന് ഈക്വൽ ആണ്. ഇതാണ് സ്റ്റോക്സ് തിയറം. നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് ലോസും യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ ഡൈനാമിക്സിലാണ്. നെക്സ്റ്റ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ഇതാണ് നമ്മൾ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അബൌട്ട് ദ പോയിന്റ് എക്സ് നോട്ട്. ഇതിൽ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട്, എഫ് ടു ദ പവർ കെ എക്സ് നോട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ് ഡെറിവേറ്റീവ്സ് ആണ് അബൌട്ട് ദ പോയിന്റ് എക്സ് നോട്ട്. ശരിക്കും ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു പവർ സീരീസ് എക്സ്പാൻഷൻ അബൌട്ട് ദ പോയിന്റ് എക്സ് നോട്ട് ആണ്. അത് കഴിഞ്ഞ് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ. ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പീരിയോഡിക് ഫംഗ്ഷനെ സൈനിന്റെയും കോസിന്റെയും ഒക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലെ രീതിയിലേക്ക് എഴുതുന്നതിനാണ് നമ്മൾ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയാ. ഒരു ഫംഗ്ഷൻ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഫൊറിയർ സീരീസ് ഫോമിലേക്ക് ഒരു ഫംഗ്ഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസിനെയാണ് നമ്മൾ ഡെറിഷ്ലേറ്റ്സ് കണ്ടീഷൻസ് എന്ന് പറയാം. 3 കണ്ടീഷൻസ് ആണുള്ളത്. എ ഫംഗ്ഷൻ മസ്റ്റ് ബി വെൽ ഡിഫൈൻഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ ദ ഇന്റർവൽ -π ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ. ഇവിടെ നമ്മൾ പറയുന്നത് ഇന്റർവെൽ 2π പീരിയഡ് 2π ഉള്ള ഫംഗ്ഷന്റെ കേസിലാണ്. ലൈക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ലൈക്ക് സൈൻ, കോസ്, കൊസീക്. അതായത് ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഇന്റർവെല്ലിൽ വെൽ ബൗണ്ടഡ് ആയിരിക്കണം ആൻഡ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഫംഗ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് ഓർ പീസ് വൈസ് കണ്ടിന്യൂസ്. ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ മേ ഹാവ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമ ആൻഡ് മിനിമ. തന്നിരിക്കുന്ന ഇന്റർവെൽ അല്ലെങ്കിൽ പീരിയഡിൽ അല്ലെങ്കിൽ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം അല്ലെങ്കിൽ പീസ് വൈസ് കണ്ടിന്യൂസ് എങ്കിലും ആയിരിക്കണം. ദാറ്റ് മീൻസ് ഫംഗ്ഷന് ഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമാസ് ആൻഡ് മിനിമാസേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് മാക്സിമാസ് ആൻഡ് മിനിമാസ് ഉണ്ടാവാൻ പാടില്ല. ദെൻ ഫംഗ്ഷൻ പീരിയോഡിസിറ്റി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. പീരിയോഡിസിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് 2π is equal to എഫ് ഓഫ് എക്സ് ഫോർ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഹാവിംഗ് പീരിയഡ് 2π. അല്ലാന്ന് വെച്ചാൽ പീരീഡ് പി എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഒരു റെഗുലർ ഇന്റർവെല്ലിൽ റിപ്പീറ്റ് ചെയ്യുന്നു, അതിന് ഇനീഷ്യൽ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയാ. അത്തരം നമ്മൾ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ കാണാൻ ഉദ്ദേശിക്കുന്ന ഫംഗ്ഷൻ അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. അതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിരിക്കണം. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് പി ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതായത് ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫോമിലേക്ക്, ഈ ഒരു സീരീസ് ഫോമിലേക്ക് നമുക്ക് എഴുതാൻ പറ്റും. ഇതിൽ a0, an, bn ഈ 3 കോൺസ്റ്റന്റ്സിന് പറയുന്ന പേരാണ് ഫൊറിയർ കോഎഫിഷ്യൻസ്. ഫൊറിയർ കോഎഫിഷ്യൻസ് a0യും an-ഉം bn-ഉം ഫോർ ദ പീരിയഡ് 2π കാണാനുള്ള ഇക്വേഷൻ ആണ്, ഫോർമുലാസ് ആണിത്. ആൻഡ് ഇപ്പൊ നമ്മളെ ലിമിറ്റ് മാറി a to b എന്നാണെന്നുണ്ടെങ്കിൽ പീരിയഡ് എന്ന് പറഞ്ഞാൽ b മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആയിരിക്കും. ആ ഒരു കേസിൽ ജനറൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് a0 an bn ഇതിനെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാണാം. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ഈ ഒരു ഫോമിൽ അല്ലെങ്കിൽ a0 an bn ഇത് 3 വാല്യൂസ് ഈ ഒരു ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ കിട്ടും എഫ് ഓഫ് എക്സിന്റെ. Then
പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഫംഗ്ഷൻ 3 രീതിയിലുണ്ട്. ഒന്ന് ഓഡ് ഫങ്ഷൻസ് ഉണ്ട്, ഈവൻ ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ നെയ്തർ ഓഡ് നോർ ഈവൻ, അല്ലെങ്കിൽ ഓടും ഇവനും ആയിട്ടുള്ള ഫംഗ്ഷനും ഉണ്ട്, അത് 0 ആണ്. ഈ 3 കാറ്റഗറിയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൽ ഓഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ a0യും അതുപോലെ തന്നെ an-ന്റെയും വാല്യൂ 0 ആയിരിക്കും. ആൻഡ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇവൻ ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, bn-ന്റെ വാല്യൂ 0 ആയിരിക്കും. അതായത് ഫോർ എ ഓഡ് ഫംഗ്ഷൻ, അതിന്റെ ഒരു ഓഡ് ഫംഗ്ഷന്റെ കേസിൽ അതിനെ നമ്മൾ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ കാണുമ്പോൾ അതിലാകെ ഉണ്ടാവുന്ന ടേംസ് എന്ന് പറയുന്നത് bn sin nx, ഈ ഒരു ടേം മാത്രമായിരിക്കും നോൺ സീറോ. അതായത് സൈൻ സീരീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷനിൽ എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷനിൽ ഈ ഒരു ക്വാണ്ടിറ്റി 0 ആയിരിക്കും. അതിൽ a0യും പിന്നെ അതുപോലെ തന്നെ കോസിന്റെ സീരീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നെയ്തർ നോർ ഓഡ് നോർ ഇവൻ കേസിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, രണ്ട് ക്വാണ്ടിറ്റീസും ഉണ്ടാവും. നമുക്കറിയാം ഓഡ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ് സൈന്, ഇവൻ ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ് കോസ്. ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. CUT-യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, 2024 ആണെന്ന് തോന്നുന്നു. ABC are two matrices of same order if AB equal to B, AB is equal to 0 and BA is not equal to 0, then necessarily, അതായത് AB എന്ന് പറയുന്ന രണ്ട് മെട്രിക്സ് ഉണ്ട്, സെയിം ഓർഡർ ആണ്. ആ കേസിൽ AB എന്ന് പറയുന്ന മെട്രിക്സ്, അതായത് എയുടെയും ബിയുടെയും പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു 0 ആണ്. അതേസമയം ഇൻവേഴ്സ് ചെയ്യുന്ന സമയത്ത് BA എന്ന് പറയുമ്പോൾ അത് 0 അല്ല കിട്ടുന്നത്. ദെൻ കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷന് ആണ് ചോദിക്കുന്നത്. പിന്നെ ഓപ്ഷൻ ആയിട്ട് വരിക A not equal to B, A not equal to 0, B not equal to 0 എന്നുള്ള ഓപ്ഷൻ ആണ് വരിക. അതായത് ബിയും ഡിയും. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ എ എന്ന് എടുക്കുന്ന എന് നമ്മള് 0 0 1 എന്ന് എടുത്തു, ബിയെ നമ്മള് 0 1 0. ഇവിടെ നമുക്ക് നോക്കാം, നമ്മൾ എപ്പോഴും ചിന്തിക്കുക എയും ബിയും അതായത് ഒരു മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് 0 നൾ മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു മെട്രിക്സ് 0 ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇവിടെ കണ്ടീഷൻ തന്നിട്ടുണ്ട് BA നോട്ട് ഈക്വൽ ടു 0 ആൻഡ് അതിൽ ഏതെങ്കിലും ഒരു മെട്രിക്സ് 0 ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അതിന് ബെറ്റർ എക്സാമ്പിൾ ആണ് ഇത്. നമുക്ക് AB കാണാം, AB കാണുമ്പോൾ നമുക്ക് കിട്ടുക 0 0 0 0 ആൻഡ് BA കണ്ടാല് നമുക്ക് വരിക 0 വരും. എലമെന്റ്സ് മാറിപ്പോയി. A is equal to 0 0 0 1. ഈ ഒരു കേസ് നോക്കുക, AB എന്ന് പറഞ്ഞാല് 0 0 വരും, ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റും 0 വരും, തേർഡ് എലമെന്റും 0 വരും, ഫോർത്ത് എലമെന്റും 0 വരും. BA എന്ന് പറഞ്ഞാല് നമുക്ക് വരിക 0 1 ഈ ഒരു ഫോമിലേക്ക് ആയിരിക്കും വരിക. അതായത് AB 0 ആണ്, BA 0 അല്ല, നൾ മെട്രിക്സ് അല്ല.
മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് കണ്ടാൽ ഇങ്ങനെയായിരിക്കും വരിക. സോ ഇതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആൻഡ് ഡി ഓൺലി, അതായത് എയും ബിയും നൾ മെട്രിക്സ് ആവണം എന്നില്ല. ഓക്കെ, അല്ലെങ്കിലും 0 വരാം. ഇനി അടുത്തത്, if vector A is equal to ax I cap plus by j cap zz k cap, then ds. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഡിറ്റർമിനന്റ് കാണാൻ നമുക്ക് അറിയായിരിക്കും, വളരെ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. 9 into 6 minus 7 into 1 minus 3 into 6 into 4 minus 2 into 1 plus 7 into 4 into 7 minus 2 into 9. ഇതിന്റെ റിസൾട്ട് ആയിരിക്കും ഡിറ്റർമിനന്റിന് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം CUT-യുടെ ക്വസ്റ്റ്യൻസ് ആണ്. A is equal to 1021, B is equal to 3748, C is equal to -100. Value of A plus B plus C. ആദ്യം നമ്മൾ ആഡ് ചെയ്യുക, ദെൻ കിട്ടിയ മെട്രിക്സിലേക്ക് ഇത് ആഡ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. B plus C എന്ന് പറയുമ്പോൾ 2 8 4 8, then 3 8 6 8. 6 7. Option number 4. Then skew Hermitian matrix ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Skew Hermitian matrix നമുക്കറിയാം, A dagger is equal to -A. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എല്ലാ ഓപ്ഷനിലും A dagger കൊടുത്തു നോക്കുക. മെട്രിക്സ് ട്രാൻസ്പോസ് കാണുന്ന സമയത്ത് നമ്മുടെ ഡയഗണൽ എലമെന്റ്സിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡയഗണൽ എലമെന്റ്സ് 0 ആയിട്ട് വരുന്ന 1ഉം 2ഉം ആദ്യം നമ്മൾ ചെയ്ത് നോക്കാം. 0 I I0. ഇതിന്റെ ഡാഗർ നമുക്ക് കാണാം. ഡാഗർ കാണുമ്പോൾ 0 -I -I, ഇതാണ് ഡാഗർ വരുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്പോസ് കോൺജുഗേറ്റ്. This is the Hermitian matrix. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ്.